നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഖത്തറിനും ബഹ്റൈനും പിന്നാലെ നിർണായകമായ നീക്കവുമായി ഒമാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കും ഒമാനും ഇടയിൽ എയർ ബബിൾ കരാർ ഇന്നലെ മുതൽ നിലവിൽ വന്നിരിക്കുന്നു. ഇരു രാഷ്ട്രങ്ങളിലെയും വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനാകുന്നതാണ്. പ്രവാസികളുടെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാകും എയർ ബബിൾ കരാർ പ്രാബല്യത്തിൽ വരിക. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളുമായി ഇന്ത്യ എയർ ബബിൾ കരാർ പ്രകാരം വിമാന സർവീസുകൾ നടത്തി വരികയാണ്. വന്ദേ ഭാരത് മിഷൻ സർവീസുകളും ചാർട്ടേഡ് വിമാനങ്ങളും സർവീസ് നടത്തി വരുന്നുണ്ട്. എന്നാൽ ഒക്ടോബർ 1 മുതൽ ഒമാൻ സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുമുണ്ട്. എയർ ബബിൾ വിമാനങ്ങളിൽ ഒമാനിലെത്തുന്നവരും രാജ്യത്തെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ, OCI കാർഡ് ഉടമകൾ, ഇന്ത്യൻ വിസ ലഭിച്ച ഒമാനി പൗരന്മാർക്കാണ് യാത്രാനുമതി ലഭിക്കുക. അങ്ങനെ ഒമാനിലേക്കുള്ള വിമാനങ്ങളിൽ സ്വദേശികൾ, ഒമാനിലേക്ക് പോകുന്ന റെസിഡന്റ് വിസയിലുള്ള ഇന്ത്യക്കാർ എന്നിവർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഒമാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ പ്രവേശനാനുമതി സംബന്ധിച്ച വിഷയങ്ങൾ ടിക്കറ്റ് നൽകുമ്പോൾ തന്നെ വിമാന കമ്പനി ഉറപ്പുവരുത്തേണ്ടതാണ്. ഇരു രാജ്യങ്ങളിലെയും വ്യോമയാന മന്ത്രാലയങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും കോവിഡ് മാനദണ്ഡങ്ങൾക്കും അനുസരിച്ചായിരിക്കണം സർവീസ് നടത്തേണ്ടത്. ഇതിലൂടെ പ്രവാസികളുടെ യാത്ര സുഗമമാക്കുന്നതാണ് എയർ ബബിൾ സംവിധാനം. ഇനി ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതിന് എംബസിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വിമാന കമ്പനികൾക്ക് ടിക്കറ്റുകൾ അവരുടെ വെബ്സൈറ്റുകൾ വഴിയോ ട്രാവൽ ഏജന്റുമാർ മുഖേന വിൽപ്പന നടത്താവുന്നതാണ്. ഖത്തർ, ബഹ്റൈന് പിന്നാലെ ഇന്ത്യയുമായി എയർ ബബിൾ കരാറിൽ ഒപ്പിടുന്ന മൂന്നാമത്തെ അറബ് രാഷ്ട്രം കൂടിയാകുന്നു ഒമാൻ. ഇതുവഴി പ്രവാസികൾക്ക് ഒമാനിലേക്ക് യാത്ര തിരിക്കാവുന്നതാണ്. ഇത്തരത്തിൽ എയർ ബബിൾ കരാറുമായി ഒപ്പിട്ട രാഷ്ട്രങ്ങളിലൂടെ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം കുവൈറ്റ്, സൗദിയിലേക്ക് പ്രവാസികൾക്ക് യാത്ര തിരിക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.